നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജാതകത്തിൽ ചില രാജയോഗങ്ങളുണ്ടെങ്കിൽ ജീവിതം സ്വപ്നതുല്യമായി മാറും. അതിലൊന്നാണ് ബുധാദിത്യ രാജയോഗം. ഈ യോഗം ലഭിക്കുന്നവർക്ക് ജീവിതത്തിൽ സമ്പത്ത്, സമൂഹത്തിൽ പേരും പ്രശസ്തിയും, ഭൗതിക സുഖങ്ങൾ, സന്തോഷം, സമാധാനം അങ്ങനെയെല്ലാം പ്രാപ്യമാകും. പേര് പോലെ ബുധനും സൂര്യനും ഒന്നിക്കുന്നതിലൂടെ രൂപമെടുക്കുന്ന യോഗമാണിത്. സാധാരണയായി ബുധനും സൂര്യനും യോഗം ചെയ്യുന്നതിനെ നിപുണയോഗം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. എങ്കിലും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതനായതിനാൽ ഈ യോഗം 4 രാശിക്കാർക്ക് അതിയായ ധനസൗഭാഗ്യത്തെയും രാജയോഗത്തെയും നൽകും. ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഏപ്രിൽ മാസം 30-ാം തീയതി മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ബുധാദിത്യ രാജയോഗം സംഭവിക്കാൻ ഇടയാകും. ഈ യോഗത്തിന്റെ ഫലമായി ചില രാശികൾക്ക് ജീവിതത്തിൽ അസാധാരണമായ സൗഭാഗ്യങ്ങൾ കൈവരും. ഇവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കൈവരികയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. മെയ് മാസത്തിലെ ബുധാദിത്യ രാജയോഗത്തിലൂടെ അപൂർവ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന രാശികൾ ഏതെല്ലാമാണെന്ന് അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അതിലാദ്യത്തേത് മിഥുന രാശിക്കൂറുകാരാണ്. മിഥുന രാശിയിൽപ്പെട്ട മകീര്യം 3, 4 പാദക്കാർ, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ 3 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ. മിഥുന രാശിക്കാർക്ക് ഈ യോഗം സംഭവിക്കുന്നത് വരുമാനങ്ങളുടെ ഭാവമായ 11-ലാണ്. അതിനാൽ തന്നെ ഇവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നതിന് ഈ സമയം ഇടയാകും. ബിസിനസ് പരമായി വളരെ മികച്ച സമയമാണ് ഏപ്രിൽ 30-ന് ശേഷം വരാനിരിക്കുന്നത്. അതിനാൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനോ മാറ്റങ്ങൾ വരുത്തുന്നതിനോ ശ്രമങ്ങൾ ഇപ്പോഴേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 3-ാം ഭാവാധിപനായ സൂര്യൻ വരുമാനത്തിന്റെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെയും ഇവർക്ക് സഹോദര സ്ഥാനീയരിൽ നിന്നും അപ്രതീക്ഷിതമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ അവർ മുഖേന വിദേശത്തോ നാട്ടിലോ മികച്ച തൊഴിലവസരം ലഭിക്കുന്നതിനും ഒരു പക്ഷേ ഇടയാകാം. അതല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കി ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഇടവരും. ഇവരുടെ 4-ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ സൂര്യനോട് ചേർന്ന് 11-ൽ നിൽക്കുന്നതിനാൽ പിതൃസ്വത്തോ അല്ലെങ്കിൽ മാതൃസ്വത്തോ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. മാത്രമല്ല, വളരെ കാലമായി വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്റെ ബന്ധുക്കളെയും മറ്റും കാണുന്നതിനായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ ഇടയാകാവുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നാട്ടിൽ തറവാട് സ്വത്തുണ്ടായിരുന്നത് ഭാഗം വെച്ച് അതിന്റെ അവകാശങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും. വസ്തുസംബന്ധമായി തർക്കങ്ങളും കേസുകളും നിലവിലുള്ള ആളുകൾക്ക് അവയെല്ലാം നീങ്ങിക്കിട്ടുകയോ അല്ലെങ്കിൽ വിധി തനിക്ക് അനുകൂലമായി ലഭിക്കുകയോ ചെയ്യും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മികച്ച വരുമാന നേട്ടം ലഭിക്കുന്നതിനും മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായി വളരെയധികം മേന്മകൾ ഈ സമയത്ത് ഇവർക്ക് അനുഭവപ്പെടും. ഫിറ്റ്നസ് സെന്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മുതലായവ നടത്തുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ഈ ബുധാദിത്യ യോഗത്തിലൂടെ കൈവരുന്നതാണ്. ബുധൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ പഠിച്ച വിഷയത്തിൽ ജോലി ലഭിക്കുന്നതിനും ഇടയാകും. മാത്രമല്ല, തന്റെ തൊഴിലിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ വരുമാന വർധനവിന് വേണ്ടിയോ പുതിയ കോഴ്സുകളും മറ്റും പഠിക്കുകയും അത്തരം വിദ്യകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇവരുടെ ഇടത്തെ കണ്ണിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഈ സമയത്ത് സാധ്യതയുണ്ട്. മാത്രമല്ല, പിതൃസംബന്ധമായി ചില തർക്കങ്ങളും മറ്റും ഏപ്രിൽ 30-ന് ശേഷം മെയ് 15 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും. പ്രണയിതാക്കൾക്ക് തങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വളരെ അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങളുടെ പ്രണയം വീട്ടിൽ തുറന്നു പറയുന്നതിനും മറ്റും വളരെ അനുകൂലമായ സമയം. കലാകാരന്മാർ, പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങളും മറ്റും ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച അവസരങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംഘടനകളുടെ ഭാഗത്തു നിന്നോ അവാർഡുകളും അംഗീകാരങ്ങളും മറ്റും ലഭിക്കാനും ഈ സമയത്ത് ഇടയാകുന്നതാണ്.
അടുത്തതായി കർക്കിടക രാശിക്കൂറുകാരാണ്. പുണർദത്തിന്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ. ഈ ബുധാദിത്യ യോഗത്താൽ കർക്കിടക കൂറുകാർക്ക് കുടുംബജീവിതം ഭദ്രമാകുകയും കാര്യങ്ങൾ ദൈവാധീനത്താൽ വിജയിച്ചു വരികയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, പുതിയ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്നിവ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ലഭിക്കും. 2-ാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് തൊഴിൽ നിമിത്തം മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും. മാത്രമല്ല, പണം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ലാഭം നേടുന്നതിന് ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ഇവർ പണം ചെലവ് ചെയ്ത് കൂടുതൽ ധനം സമ്പാദിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ചെലവുകൾ ഉണ്ടാകാമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ഈ സമയത്ത് ലഭിക്കും. ബുധന് 12-ാം ഭാവാധിപത്യമുള്ളതിനാൽ ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ കൂടുതൽ വ്യാപരിക്കും. തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനോ കാട്, ജലാശയം മുതലായവ കാണുന്നതിനായി ദൂരയാത്രകൾ ചെയ്യുന്നതിനും ഈ സമയം ഇടയാകും. ജലവുമായി ബന്ധപ്പെട്ടതോ വാഹനമായി ബന്ധപ്പെട്ടതോ ആയ തൊഴിലുകൾ ഈ സമയത്ത് ഇവർക്ക് ലഭിക്കുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട്. മാത്രമല്ല, വാദ്യകലകളോ അതല്ലെങ്കിൽ മറ്റു കലാരൂപങ്ങളോ പുതുതായി പഠിച്ചു തുടങ്ങുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ്. തൊഴിൽ സ്ഥലത്തോ പഠന സ്ഥലത്തോ വെച്ച് കണ്ടുമുട്ടുന്ന ഒരാളുമായി കൂടുതൽ അടുക്കുന്നതിന് ഒരുപക്ഷെ ഈ സമയത്ത് ഇടയായേക്കാം. എന്നാൽ അത്തരം കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരുപക്ഷെ ഇവർക്ക് സാധിച്ചു എന്ന് വരില്ല. അത്തരം പ്രണയ സംബന്ധിയായ കാര്യങ്ങൾ നിമിത്തം ചില നഷ്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതായത് ഡോക്ടർ, എഞ്ചിനീയർ, സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നിയമപാലകർ എന്നിവർക്കും എഴുത്തുകാർക്കും പ്രൊഫഷണൽ കലാകാരന്മാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവ ഈ യോഗത്തിന്റെ ഫലമായി ലഭിക്കും. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതിനാൽ കൂടുതൽ പണം മുടക്കി ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. കുടുംബത്തിൽ സ്വർണം, വെള്ളി എന്നിവയും ഗൃഹോപകരണങ്ങളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും. ഈ സമയത്ത് ഭൂമി വാങ്ങുന്നതിനുള്ള ചില ഉടമ്പടികളിൽ ഏർപ്പെടുവാൻ കഴിയും. പ്രായമായവർക്ക് മനസ്സുഖവും രോഗമുക്തിയും ഒരു പരിധിവരെ കൈവരിക്കുന്നതിനും ഭയപ്പാടുകൾ മാറുന്നതിനും കാരണമാകും. ഈ യോഗം സംഭവിക്കുന്നതോടുകൂടി സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ളവർക്ക് അത്തരം തടസ്സങ്ങൾ നീങ്ങി ലഭിക്കേണ്ട ധനം കുറച്ചായി ലഭിച്ചു തുടങ്ങും. സന്താനങ്ങൾക്ക് വേണ്ടി മുതിർന്നവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഈ യോഗത്തിന്റെ ഫലമായി സാധിക്കും. വിവാഹം, ഉപരിപഠനം, ജോലി എന്നിവയ്ക്കെല്ലാമുള്ള പരിശ്രമം വിജയപ്രദമാക്കാൻ കർക്കിടക കൂറുകാർക്ക് സാധിക്കും. കുടുംബത്തിൽ നല്ല സന്താന യോഗം ഉണ്ടാകും. ജോലിയിൽ നിന്ന് വിട്ടു തിന്നിരുന്നവർ തിരികെ ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. വ്യായാമം ചെയ്ത് ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. ചിലർക്ക് ജലദോഷം, ഉദര സംബന്ധിയായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം. ഈ കൂറുകാർ ദോഷപരിഹാരമായി ശിവന് ജലധാരയും ഗണപതിക്ക് അർച്ചനയും വിഷ്ണുവിന് പാൽപായസവും നടത്തേണ്ടതാണ്. അടുത്തതായി വൃശ്ചികക്കൂറുകാർ. വിശാഖത്തിന്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ. വൃശ്ചികക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് പ്രസ്തുത രാജയോഗം സംഭവിക്കുന്നത്. 6-ാം ഭാവം ശത്രുഭാവമായതിനാൽ തന്നെ ഇവർക്ക് ഏത് വിധേനയും ശത്രുനാശം ഉണ്ടാകുന്നതാണ്. അതല്ലെങ്കിൽ ഈ സമയത്ത് ഏതെങ്കിലും രീതിയിൽപ്പെട്ട പ്രതിക്രിയകളോ മറ്റോ ചെയ്താൽ ശത്രുശല്യം നീങ്ങുന്നതിനും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൈവരുന്നതിനും വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോഗ്യ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് സ്വദേശത്തും വിദേശത്തുമായി മികച്ച തൊഴിലവസരങ്ങൾ ഈ സമയത്ത് കൈവരും. നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡോക്ടർമാർ, വിവിധ ടെക്നീഷ്യനുകൾ എന്നിവർക്കെല്ലാം വിദേശത്ത് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഈ സമയത്ത് ഇടയാകും. പല രീതിയിലും കീർത്തിയും ശത്രുവിജയവും പ്രസ്തുത യോഗത്തിന്റെ ഫലമായി ഇവർക്ക് ലഭിക്കും. വളരെ കാലമായി അകന്നു നിന്നിരുന്ന സ്നേഹിതരുമായി പൊരുത്തപ്പെടലും സാമൂഹികമായ ഉയർച്ചകളും അതല്ലെങ്കിൽ രാഷ്ട്രീയ മത്സരങ്ങളിലോ തെരഞ്ഞെടുപ്പുകളിലോ മികച്ച വിജയവും ഇവർക്കുണ്ടാകും.
കുറെ കാലം മുമ്പ് മോഷണം പോയതോ അതല്ലെങ്കിൽ കാണാതെ പോയതോ ആയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ സമയത്ത് തിരികെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ബുധൻ ഇവരുടെ അഷ്ടമഭാവാധിപനായതിനാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇവർക്ക് മാറ്റം വന്നു ഭവിക്കും. മരണതുല്യമായ രോഗാദി ദുഃഖങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് അത്തരം രോഗത്തിൽ നിന്നെല്ലാം വളരെ അപ്രതീക്ഷിതമായി മോചനം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പുതിയ ചികിത്സ തേടുന്നതിന്റെ ഭാഗമായി പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നതിനുമെല്ലാം ഈ സമയത്ത് സാധ്യതയുണ്ട്. കടം മൂലം നട്ടം തിരിഞ്ഞിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വരുമാനം ലഭിക്കുന്നതിനും അത്തരം കടങ്ങൾ വീട്ടുന്നതിനും അതല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണമോ മറ്റോ ഉപയോഗിച്ച് നിലവിലുള്ള കടങ്ങൾക്കെല്ലാം അറുതി വരുത്തുന്നതിനും ഈ സമയത്ത് ഇവർ ഇറങ്ങി പുറപ്പെടുന്നതാണ്. 11ാം ഭാവാധിപനായ ബുധൻ 6ൽ നിൽക്കുന്നതിനാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ, ധനം ക്രയവിക്രയം ചെയ്യുന്നവർ, ചിട്ടികളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുമെല്ലാം മികച്ച വരുമാന നേട്ടമോ മറ്റോ ലഭിക്കുന്നതാണ്. വളരെ കാലം മുമ്പുള്ളതായ ഡെപ്പോസിറ്റുകളോ ഇൻഷുറൻസുകളോ മറ്റോ കാലാവധി പൂർത്തിയായി അതിന്റെ തുക ലഭിക്കുന്നതിനും ഈ സമയത്ത് ഇടയാകും. ഏതായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയത്ത് അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. അടുത്തതായി കുംഭക്കൂറുകാർ. അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 3 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ. കുംഭക്കൂറുകാർക്ക് 3ാം ഭാവത്തിലാണ് ഈ ബുധാദിത്യ രാജയോഗം സംഭവിക്കുന്നത്. അതിനാൽ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവവേദ്യമാകും. ബുധന് 5ാം ഭാവത്തിന്റെ ആധിപത്യം കൂടി ഉള്ളതിനാൽ ഇവർക്ക് പുത്രന്മാർ നിമിത്തം വളരെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. കുട്ടികളില്ലാതിരുന്നവർ പുതിയ ചികിത്സകളെല്ലാം തേടുകയാണെങ്കിൽ ഉറപ്പായും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന് ഇടയാകും. കുംഭക്കൂറുകാരുടെ മക്കൾ വിദേശത്തേക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി അവർക്ക് വിദേശയാത്ര സൗഭാഗ്യം ലഭിക്കാനും ഇടയാകും. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന കുംഭക്കൂറുകാർക്ക് വളരെ മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങളും തൊഴിൽ സ്ഥിരതയും ലഭിക്കും. ഇവർ ഈ സമയങ്ങളിൽ ആത്മീയപരമായി പല കാര്യങ്ങളിലും ഉന്നതിയിലെത്താൻ സാധ്യതയുണ്ട്. ഇവർക്ക് മന്ത്രോപാസന ചെയ്യാനായി സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ആത്മീയപരമായ പലവിധ പരിപാടികളിലും ഇവർ പങ്കെടുക്കുന്നതിന് ഇടയാകും. മാത്രമല്ല പിതാവിന്റെ ഭാഗത്തു നിന്നും ഏറെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുകയും പിതാവിന്റെ സഹായത്തോടുകൂടി സ്വന്തമായി ചില വരുമാന മാർഗങ്ങളെല്ലാം തുടങ്ങുന്നതിന് സാധ്യതയുമുണ്ട്. ഈ സമയത്ത് ഇവർക്ക് അസാധാരണമായ ധൈര്യം സിദ്ധിക്കുന്നതിനും ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും മനോബലം ഉപയോഗിച്ച് മറികടക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. കുംഭക്കൂറുകാർക്ക് ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഗൃഹയോഗമുണ്ടാകും. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീട് പണിയാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുകയോ അതല്ലെങ്കിൽ ലോണിനായിട്ട് ശ്രമിച്ചിരുന്ന ആളുകൾക്കെല്ലാം തടസ്സങ്ങൾ നീങ്ങി പണം പാസ്സായി ലഭിക്കുന്നതിനും ഈ ബുധാദിത്യ യോഗ സമയത്ത് ഇടയാകും. ഇവർക്ക് ശുക്രനും വ്യാഴവും കൂടി അനുകൂല രാശിയിൽ നിൽക്കുന്നതിനാൽ വാഹനയോഗത്തിന് സാധ്യതയുണ്ട്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയെല്ലാം ഉള്ളവരാണെങ്കിൽ തന്റെ ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയോ മറ്റോ പുതിയ വാഹനം വാങ്ങുന്നതിനിടയാകുകയോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പുതിയ മനസ്സിനിണങ്ങിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം ഈ യോഗ സമയത്ത് സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായും മറ്റും പുതിയ കോൺട്രാക്റ്റുകൾ ഒപ്പിടുന്നതിനും വലുതായ ബിസിനസ് ഓർഡർ മുഖേന അപ്രതീക്ഷിതമായ ധനനേട്ടമെല്ലാം ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും സൂര്യന് 7ാം ഭാവാധിപത്യം ഉള്ളതിനാലും ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ഏറെ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. ഇവരുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ ഭാര്യയുടെ സമ്മതത്തോടെ അവരുടെ സ്വർണമോ മറ്റും ഉപയോഗിച്ച് ഗൃഹനിർമ്മാണത്തിലെ കടങ്ങളും മറ്റും വീട്ടുന്നതിനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. സൂര്യന് 7ാം ഭാവാധിപത്യം ഉള്ളതിനാൽ വിവാഹ സംബന്ധിയായി വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. വിവാഹം നോക്കുന്നവരും വിവാഹം മുടങ്ങിയിരിക്കുന്നവരുമെല്ലാം ഈ സമയത്ത് വിവാഹത്തിനായി വേണ്ട പരിശ്രമങ്ങൾ നടത്തിയാൽ ഉറപ്പായും വിവാഹം നടക്കുന്നതിന് വളരെ സാധ്യതയുള്ള സമയമാണ്. കമിതാക്കൾക്ക് തന്റെ പ്രണയം പൂവിടുന്നതിനും പുതുതായി പ്രണയം തുറന്നു പറയാനും ഈ ബുധാദിത്യ യോഗ സമയം വളരെ അനുകൂലമായി വരുന്നതാണ്. മാത്രമല്ല ഇവർ ഈ സമയത്ത് വിനോദയാത്രകളും മറ്റും പോകുന്നതിനും വളരെ സാധ്യതയുണ്ട്.
ഇവർക്ക് 3-ലെ ബുധന്റെ ബലം ഒരൽപ്പം കുറവായതിനാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട വഴിപാടുകൾ ചെയ്യുന്നത് ദോഷങ്ങൾ നീങ്ങി ഈ രാജയോഗം മുഴുവനായും അനുഭവിക്കുന്നതിന് ഇടവരുത്തുന്നതാണ്. നിങ്ങൾക്കിനിയും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ അറിവുകൾ നേടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാനും മറക്കരുത്.